ഹലോ മക്കളെ, പ്ലസ് വൺ മാത്സിലെ ഒരുപാട് പേർക്ക് ഡിഫിക്കൽട്ട് ആയ ഭാഗമാണ് ഡൊമൈൻ ആൻഡ് റേഞ്ച്. ഒരു ഫംഗ്ഷൻ തരും, ആ കാണുന്ന ഫംഗ്ഷന്റെ ഡൊമൈൻ ആൻഡ് റേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കാം? ഇക്കഴിഞ്ഞ എക്സാംസിനൊക്കെ തന്നെ നിരന്തരമായിട്ട് ഈ ഭാഗത്ത് ക്വസ്റ്റൻസ് ഉണ്ട്. നിങ്ങളുടെ ഫസ്റ്റ് ടൈം എക്സാമിനും സെക്കൻഡ് ടൈം എക്സാമിനും മോഡൽ എക്സാമിനും മെയിൻ എക്സാമിനും എല്ലാം തന്നെ നമുക്ക് എന്ത് ഈ കാണുന്ന ഭാഗത്ത് നിന്ന് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ഒരു ഫംഗ്ഷൻ ഉണ്ടാകും, ആ കാണുന്ന ഫംഗ്ഷന്റെ ഡൊമൈൻ എന്താണ്, ആ കാണുന്ന ഫംഗ്ഷന്റെ റേഞ്ച് എന്താണ്? ഇതാണ് നമ്മൾ നേരിടാൻ വേണ്ടി പോകുന്ന ചോദ്യം. ബോർഡ് എക്സാമിന്റെ 7 മാർക്കുള്ള ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് അക്കാദമിക് ഇയറിനകത്ത് വന്നിരുന്ന ചോദ്യം ഇവനായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ പോകുന്നു. ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും വായിക്കാം. 2 ക്വസ്റ്റ്യൻ ഉണ്ട് ഇവിടെ. എഫ് ഒരു ഫംഗ്ഷൻ ഉണ്ട്, റൂട്ട് ഓഫ് എക്സ് മൈനസ് 2 ആൻഡ് ജി രണ്ടാമത്തെ ഫംഗ്ഷൻ ഉണ്ട്, എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 2 എക്സ് പ്ലസ് 1. ഈ കിടക്കുന്ന ഫംഗ്ഷന്റെ ഡൊമൈൻ എന്ത് എന്നാണ് ചോദ്യം. ഒന്നാമത്തെ ഡൊമൈൻ എന്ത്, രണ്ടാമത്തെ ഡൊമൈൻ എന്ത്? ഇത് പണ്ട് കാലഘട്ടങ്ങളിൽ ബോർഡ് എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ്. ഫസ്റ്റ് വൺ നോക്കാം. എഫ്, ഡൊമൈൻ ഓഫ് എഫ്. ഡൊമൈൻ ഓഫ് എഫ്. എഫ് എന്നുള്ള ഫംഗ്ഷന്റെ ഡൊമൈൻ എന്ത്? നിങ്ങൾ എല്ലാവരും ആലോചിക്കുന്ന കാര്യമുണ്ട്. എഫിന്റെ ഫംഗ്ഷൻ ഏതാ? എഫ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് മൈനസ് 2 സം റൂട്ട് എഫ് ഓഫ് എക്സ് എന്നുള്ള ഫോർമുല. റൂട്ട് എഫ് ഓഫ് എക്സ്, ഈ ഫോർമുല. റൂട്ടിന്റെ ഉള്ളിൽ ഒരു ഫംഗ്ഷൻ. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടേ, റൂട്ടിന്റെ ഉള്ളിൽ നെഗറ്റീവ് വരാൻ പാടില്ല. നമുക്കറിയാം, റൂട്ടിന്റെ ഉള്ളിൽ നമുക്ക് എന്താണ് നെഗറ്റീവ് വരാൻ വേണ്ടി പാടില്ല. ഇപ്പൊ പഠിച്ചിട്ടുണ്ട്, നെഗറ്റീവ് എന്നാൽ എന്ത് പറയും? കോംപ്ലക്സ് ആണെന്ന് പറയുന്നു. നമുക്കറിയാം ഇതെല്ലാം തന്നെ എന്താണ്? ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. ഫംഗ്ഷന്റെ വാല്യൂ എല്ലാം തന്നെ നമുക്ക് എന്താണ് മക്കളെ? റിയൽ ആയിരിക്കണം. അപ്പൊ റിയൽ കിട്ടാൻ വേണ്ടി നിങ്ങൾ മനസ്സിലാക്കണം, ഈ കാണുന്നവന്റെ ഉള്ളിൽ ഒരിക്കലും നെഗറ്റീവ് വരാൻ വേണ്ടി പാടില്ല. ഫംഗ്ഷന്റെ ഉള്ളിലെ ഉൾഭാഗത്ത് ഒരിക്കലും ഒരാൾ പോലും നെഗറ്റീവ് ആവാൻ വേണ്ടി പാടില്ല. ഇറ്റ് ഷുഡ് ബി നോൺ നെഗറ്റീവ്. നെഗറ്റീവ് ആവാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ 0 ആവാം. അപ്പൊ റൂട്ടിന്റെ ഉള്ളിലത്തെ ആള്, ക്വസ്റ്റ്യൻ ഇതാണ്, എഫ് ഓഫ് എക്സ് ടു റൂട്ട് എക്സ് മൈനസ് 2 ആണെങ്കിൽ റൂട്ടിന്റെ ഉള്ളിൽ കിടക്കുന്ന ആള് ആരാണോ, അത് ഏതവനായാലും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. അവൻ ഇവിടെ എക്സ് മൈനസ് 2 ആണ്. സോ എക്സ് മൈനസ് 2 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അവിടെ വരുന്നവൻ ആരാണോ അവൻ എന്തായാലും നിങ്ങൾ പേടിക്കണ്ട, അവനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് എഴുതേണ്ടത്. നോക്കിയേ, ഇപ്പോൾ ഇങ്ങനെയായിരുന്നു റൂട്ട് ഓഫ് എക്സ് മൈനസ് 9. ഇപ്പൊ എന്ത് ചെയ്യും? ഉള്ളിലാര എക്സ് മൈനസ് 9 ആണ്. സോ എക്സ് മൈനസ് 9 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പൊ ചോദ്യം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇത് ഇങ്ങനെ എഴുതും. ഇതാണ് നമ്മൾ എല്ലാവരും പാലിക്കേണ്ട ഏറ്റവും ബേസിക് ആയ നിയമം. സോ റൂട്ടിന്റെ ഉള്ളിൽ കിടക്കുന്ന ഫംഗ്ഷൻ ഏതാണോ, ഇറ്റ് ഷുഡ് ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇവിടെ ഇങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത്. കഴിഞ്ഞു. മൂവിങ് ഓൺ ടെക്സ്റ്റ് 1. എക്സ് മൈനസ് 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന -2 റൈറ്റിലേക്ക് പോകുമ്പോൾ ഹി ബിക്കം +2 അറിയാമായിരിക്കും. സോ എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. എന്താണ് മീനിങ്? എക്സിന്റെ വാല്യൂ 2 അല്ലെങ്കിൽ 2-നേക്കാളും മേലെയാകാം. നമ്പറിലെ വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ 2 എന്ന് പറഞ്ഞ പോയിന്റ്. ഇവൻ -∞, ഇത് +∞ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ 2 ആകാം, 2 അല്ലെങ്കിൽ അതിനേക്കാളും മേലെയുള്ള ആര് വേണമെങ്കിലും ആകും. ഹി ക്യാൻ ബി എനിവൺ. സോ ഇതിന്റെ ഡൊമൈൻ എന്ന് പറയുമ്പോൾ എക്സിനെ കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന വാല്യൂസ് ആണ് നമ്മൾ ഡൊമൈൻ എന്ന് പറയാം. സോ ഡൊമൈൻ ഈക്വൽ ടു 2 മുതൽ അങ്ങോട്ടുള്ള എല്ലാ വാല്യൂസും. സോ 2 to ∞. ശ്രദ്ധിക്കണം, 2 എടുക്കാൻ വേണ്ടി സാധിക്കുമോ? എല്ലാവരും ഈ കാണുന്ന ഇൻഇക്വാലിറ്റി നോക്കാം. ഇവിടെ എന്താ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്, വിച്ച് മീൻസ് എക്സ് ക്യാൻ ബി 2. എക്സിന് എന്താണ്? 2 ആകാൻ വേണ്ടി സാധിക്കും, 2 എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്കറിയാം ലെസ് ദാൻ ഓർ ഈക്വൽ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ കാണുമ്പോൾ ക്ലോസ്ഡ് ഇന്റർവൽ വേണമെന്ന് പഠിച്ചിരുന്നു സെറ്റ്സിനകത്ത്. ആ കാണുന്ന സെയിം ലോജിക്കിൽ ഇതാ 2-ന്റെ അവിടെ എന്ത് ചെയ്തു? നമ്മൾ ക്ലോസ്ഡ് എഴുതി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, ഇൻഫിനിറ്റി അവിടെ ഒരിക്കലും ക്ലോസ് എഴുതാൻ വേണ്ടി പാടില്ല. ഓൾവേസ് ഇൻഫിനിറ്റി ഇറ്റ്സ് ഓപ്പൺ. സോ ഓപ്പൺ. സോ ഡൊമൈൻ എന്താണ്? ക്ലോസ്ഡ് ടു ഓപ്പൺ ഇൻഫിനിറ്റി. അപ്പൊ ഇങ്ങനെയാ ഇവനാണെങ്കിൽ മക്കളെ, ഇവനാണെങ്കിൽ എന്താ വരാ? 9 അപ്പുറം പോയി. സോ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 9. എക്സിന്റെ വാല്യൂ 9 അല്ലെങ്കിൽ 9-നേക്കാളും മേലെ ആയിരിക്കാം. അപ്പോൾ 9 നിന്ന് ഇൻഫിനിറ്റി വരെ 9 to ∞. ഇങ്ങനെ പോകും. ഉത്തരം ക്ലോസ്ഡ് ഇന്റർവൽ 9 ഓപ്പൺ ഇൻഫിനിറ്റി. ഇതായിരുന്നാണ് ഇവന്റെ ആൻസർ. അപ്പൊ റൂട്ടിന്റെ ഐറ്റം പഠിച്ചു. ഇനി ചങ്ങായി അടുത്ത ആളുണ്ട്. ആരാ? ജി എന്ന് പറയുന്നത് ഡൊമൈൻ ഓഫ് ജി കേട്ടോ. ഡൊമൈൻ ഓഫ് ജി എന്താ മക്കളെ? എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1. ഇതാണ് എൻ്റെ ജി ഓഫ് എക്സ്.
ഞാൻ വളരെ നല്ല ചോദിച്ച് ആരംഭിച്ചു. നല്ല ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റാഷണൽ ഫംഗ്ഷൻ വന്നു. എന്താ പേര് പറഞ്ഞേ? റാഷണൽ ഫംഗ്ഷൻ. ആരാണ് ഫസ്റ്റ് ഓഫ് ഓൾ റാഷണൽ ഫംഗ്ഷൻ? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഇങ്ങനെ പോളിനോമിയൽസ് വരികയാണെങ്കിൽ എക്സ് സ്ക്വയർ, എക്സ്, എക്സ് ക്യൂബ്, എക്സ് പ്ലസ് വൺ, എക്സ് സ്ക്വയർ പ്ലസ് വൺ, എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് പ്ലസ് വൺ, ഇത്തരത്തിലുള്ള ആൾക്കാർ നമുക്ക് ന്യൂമറേറ്ററിലും വേണം, അതുപോലെ തന്നെ ഡിനോമിനേറ്ററിലും വേണം. അതേ ഇവിടെ ന്യൂമറേറ്ററിൽ നമുക്ക് എന്താണ് മക്കളെ? എക്സ് പ്ലസ് വൺ. താഴെ എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് പ്ലസ് വൺ. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമുക്ക് എന്താ മക്കളെ വരുന്നത്? നമുക്ക് പോളിനോമിയൽസ് വരുന്നു. വിച്ച് മീൻസ് മേലും താഴെയും പോളിനോമിയൽ ആണെങ്കിൽ ഇവൻ റാഷണൽ ഫംഗ്ഷൻ ആണ്. എന്താണ് റാഷണൽ ഫംഗ്ഷൻ? റാഷണൽ ഫംഗ്ഷന്റെ ഡൊമൈൻ കാണാൻ പറഞ്ഞാൽ ചെയ്യേണ്ടത് ഏറ്റ കാര്യമാണ്. ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. താഴെ കിടക്കുന്നവൻ ആരാണോ അവന് നിങ്ങൾ ഈക്വൽ ടു 0 കൊടുക്കാം. ബേസിക്കലി എന്താ ഡൊമൈൻ എന്ന് പറയുന്നത്? ഡൊമൈൻ എന്ന് പറയുന്നത് വേറെ ഒന്നും തന്നെയല്ല, നമ്മൾക്ക് ഇവനെ ഡിഫൈൻ, എക്സിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഏതോ അവനെയാണ് നമ്മൾ എന്ത് പറയാം? ഡൊമൈൻ എന്ന് പറയാം. എക്സിന് നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന വാല്യൂസിനെ നമ്മൾ എന്ത് പറയാം? ഡൊമൈൻ. അപ്പോൾ എക്സിന് ഇൻപുട്ട് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ 0 ആവുന്ന പോയിന്റ് ആരാണെന്ന് നോക്കും. ഡിനോമിനേറ്റർ 0 ആവുന്ന പോയിന്റ് ആരാണെന്ന് നോക്കും. ആ കാണുന്ന 0 ആവുന്ന പോയിന്റിനെ നമ്മൾ ഒഴിവാക്കും. അതാണ് സിമ്പിൾ ലോജിക്. അപ്പോൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിന് ഈക്വൽ ടു 0 കൊടുക്കാം. ഈക്വൽ ടു 0. എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് പ്ലസ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോപ്പ് യു ഓൾ നോ അത് എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ ആണ്. നമ്മളത് ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഇസ് സെയിം ആസ് എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0. എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ 0 എന്ന് പറഞ്ഞാൽ മക്കളെ ഇവൻ 0 ആവണമെങ്കിൽ ഉള്ളിലുള്ളവൻ ആരാണ്? അത് 0 ആവണം. 0ന്റെ സ്ക്വയർ മാത്രമാണ് 0 ഉണ്ടാവുകയുള്ളൂ. വിച്ച് ഇംപ്ലൈസ് എക്സ് മൈനസ് 1 ഈക്വൽ ടു 0, വിച്ച് ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു 1. എക്സ് 1 എന്ന് കിട്ടി. ഇതിനർത്ഥം എന്നറിയോ? എക്സ് നമ്മൾ 1 കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ 0 ആയിപ്പോവും. എക്സ് നമ്മൾ 1 കൊടുത്തു കഴിഞ്ഞാൽ താഴെ 0 ആവും. അതാണ് ഇതിന്റെ മീൻ. അപ്പോൾ 1 മാത്രമാണ് പ്രശ്നക്കാരൻ. നമുക്കൊരു ക്ലാസ് ഉണ്ട്. ആ കാണുന്ന ക്ലാസ്സിലെ പ്രശ്നക്കാരനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആരാണോ പ്രശ്നക്കാരൻ അവനെ നമ്മൾ എന്ത് ചെയ്യും? ഒരൊറ്റ പുറത്താക്കല. ഓൻ പുറത്തു പോയില്ലേ? പ്രശ്നക്കാരൻ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് ഇഷ്യൂ ഉള്ളത്. ആ കാണുന്ന പ്രശ്നക്കാരൻ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ഹാപ്പിയാണ്. സോ 1 ആണ് ഇഷ്യൂക്കാരൻ, 1 പ്രശ്നക്കാരൻ. നമ്മൾ ടോട്ടൽ റിയൽ നമ്പേഴ്സിൽ നിന്ന് ഡൊമൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ ടോട്ടൽ റിയൽ നമ്പേഴ്സിൽ നിന്ന് ഈ കാണുന്ന 1നെ മാത്രം ഒഴിവാക്കി. അതാണ് ആർ മൈനസ് സെറ്റ് 1 എന്ന് പറയുന്നത്. ആർ മൈനസ് സെറ്റ് 1. ഇതാണ് 2 ചോദ്യം. ഇതിന്റെ സി പാർട്ടും ഡി പാർട്ടും നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ആ കാണുന്ന ഭാഗം എല്ലാ മക്കളും എന്ത് ചെയ്യണം? ഇന്നലത്തെ ലൈവ് ക്ലാസ് കണ്ട് ഗംഭീരമായി പഠിക്കണം. ഇതുപോലത്തുള്ള എക്സ്ട്രാ ഗംഭീരമായ ക്ലാസ്സുകൾക്ക് വേണ്ടി, എക്സ്ട്രാ ഓർഡർ ക്ലാസ്സുകൾക്ക് വേണ്ടി, ക്ലാസ് 11 ഫുൾ മാർക്ക് നേടുന്നതിന് വേണ്ടി എല്ലാ മക്കളും എത്ര വേഗം തന്നെ അഗ്നി ബാച്ച് ജോയിൻ ചെയ്യുക. ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ഫ്രീഡം ഓഫർ ഉണ്ടാവുന്നതായിരിക്കും. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കൂപ്പൺ കോഡ് FTE 10 ആണ്. FTE 10 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് ഉപയോഗിക്കൂ. ഇപ്പോൾ തന്നെ ഏറ്റവും ഗംഭീരമായിട്ട് നിങ്ങൾ സൈലത്തിൽ അഗ്നി ബാച്ച് ജോയിൻ ചെയ്തുകൊണ്ട് പഠിച്ച് മുന്നേറാം. അതല്ലെങ്കിൽ 995400 എന്ന് ഫോൺ നമ്പറിൽ വിളിക്കുക. അഡ്മിഷൻ എടുക്കാന്ന് പറയണം. എന്ത് ചെയ്യുക? കൂപ്പൺ കോഡ് പറയാം, അഡ്മിഷൻ എടുക്കുക. നേരെ പോകുന്നു അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. നോക്കൂ, ഇതാണ് ക്വസ്റ്റ്യൻ. എക്സ് മൈനസ് 3 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 6. ഇതിന്റെ ഡൊമൈൻ ഉണ്ട്. പഠിക്കൂ, നിങ്ങൾ പറയൂ. ഇത് ഏത് ഫംഗ്ഷനാ? മേലെ പോളിനോമിയൽ, താഴെയും പോളിനോമിയൽ. മേലെയും താഴെയും പോളിനോമിയൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതൊരു റാഷണൽ ഫംഗ്ഷൻ ആണ്. റാഷണൽ ആണെങ്കിൽ റാഷണലിന്റെ ഡൊമൈൻ കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം വളരെ സിമ്പിൾ. ഡിനോമിനേറ്ററിന് ഈക്വൽ ടു 0 കൊടുക്കാം. അതായത് എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 6 ഈക്വൽ ടു 0. എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 6 ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഇംപ്ലൈസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ക്വാഡ്രാറ്റിക് ഫോർമുല എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞ ഫോർമുല അപ്ലൈ ചെയ്തുകൊണ്ട് എക്സിന്റെ വില കണ്ടുപിടിക്കാം. അതുമല്ലെങ്കിൽ എ പ്ലസ് ബി എ ബി എന്ന് പറയുന്ന വളരെ സിമ്പിൾ കാര്യം. എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് സം ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ്. എക്സിന്റെ കോഎഫിഷ്യന്റ്, എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ സം ഓഫ് സീറോസ് ആണ്. എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും തന്നെയല്ല, എക്സിന്റെ കോഎഫിഷ്യന്റ് ആരും അത്, അഥവാ -1 കഴിഞ്ഞു. എ പ്ലസ് ബി എന്ന് പറയുന്നത് സം ഓഫ് സീറോസ് എന്നൊരു ലോജിക് വേറെയുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടുത്തെ എ പ്ലസ് ബി എന്താണ് വരുന്നത്? എക്സിന്റെ കോഎഫിഷ്യന്റ് ഇറ്റ് ഈസ് -1. അടുത്ത എ ബി, ഇറ്റ് ഈസ് പ്രൊഡക്റ്റ് ഓഫ് സീറോസ്, അഥവാ എ ബി എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ടേം -6 ഇൻറ്റു കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ഉണ്ട്. അത് തൽക്കാലം എഴുതണ്ട, കഴിഞ്ഞു. ഇവിടെ 1 ആണ്, അതുകൊണ്ടാണ് കേട്ടോ.
രണ്ട് നമ്പർ കണ്ടുപിടിക്കുക സച്ച് ദാറ്റ് ആ കാണുന്ന രണ്ട് നമ്പറിന്റെ സം എന്താണ് -1, അതിന്റെ പ്രൊഡക്റ്റ് എന്താ മക്കളെ -x. ഏത് രണ്ട് നമ്പർ കൂട്ടിയാലാണ് എനിക്ക് നെഗറ്റീവ് ഒന്നും ഗുണിക്കുമ്പോൾ എനിക്ക് -6 കിട്ടുക? നമ്പർ -3, 2. ഈ കാണുന്ന -3 + 2 ചെയ്താൽ അത് -1 ആണ്. -3 × 2 അത് -6 ആണ്. ഐറ്റം കിട്ടിയ ഇങ്ങനെ ചെയ്യാം. വിച്ച് ഇംപ്ലൈസ് x എഴുതി ഈ കാണുന്ന ഓരോ നമ്പറിനും ഓരോ x വേണം. -3ക്ക് വേണ്ടിയുള്ള x എഴുതി, അടുത്ത് 2ന് വേണ്ടിയുള്ള x എഴുതി. നമ്പർ ഏതാ? -3. എല്ലാവരും അത് എഴുതി വയ്ക്കാം. -3. 2 നെഗറ്റീവ് പോസിറ്റീവ് ആണെന്നറിയാം, എഴുതി വയ്ക്കാം. +2 = 0. So x - 3 × x + 2 = 0 എന്ന് കിട്ടി. വിച്ച് ഇംപ്ലൈസ് രണ്ട് നമ്പറിന്റെ ഗുണനം 0 ആവണമെങ്കിൽ ഏതെങ്കിലും ഒരുത്തൻ 0 ആകണം. ഒന്നുകിൽ x എന്ന് പറഞ്ഞവൻ x - 3 എന്ന് പറഞ്ഞാൽ 0 ആവണം, അല്ലെങ്കിൽ x + 2 എന്താണ് 0 ആവണം. x - 3 0 ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ which implies x = 3, or x + 2 0 ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ which implies x = -2. ഇങ്ങനെ രണ്ടെണ്ണം. എക്സിന്റെ വാല്യൂ 3, അതുമല്ലെങ്കിൽ -2. ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഈ കാണുന്ന രണ്ട് പ്രശ്നക്കാർ കണ്ടുപിടിച്ചു. ഈ രണ്ട് വാല്യൂസ് നമ്മൾ ഡിനോമിനേറ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ അവന്മാരെന്തായി പോവും? അവന്മാർ 0 ആയിട്ട് പോകുന്നതാണ്. പ്രശ്നക്കാരെ കണ്ടുപിടിച്ചു. നമ്മൾ നേരെ തന്നെ ഹോൾ റിയൽ നമ്പറിൽ നിന്ന് ആ കാണുന്ന പ്രശ്നക്കാരെ മാത്രം ഒഴിവാക്കി 6ൽ നിന്ന് -2നെയും 3നെയും ഒഴിവാക്കി. r set -2 and 3. ഇതാണ് നമ്മുടെ ഡൊമെയിൻ. ഇനി ഈ കാണുന്ന സ്റ്റെപ്പ് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? x = -b ± √b² - 4ac ² 2 എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഫോർമുല അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? എക്സിന്റെ വില കണ്ടുപിടിക്കുക. എക്സിന്റെ വില നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത് 3ഉം -2ഉം തന്നെയായിരിക്കും. സംശയം അത് പറയാൻ വേണ്ടി സാധിക്കും. നമ്മൾ നേരെ പോകുന്നു അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ശ്രദ്ധിക്കലാവരും. ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഓഫ് ദി ഫോളോയിങ് ഫങ്ഷൻസ്. രണ്ട് ഫംഗ്ഷന്റെ ഡൊമെയിൻ റേഞ്ച് വേണം. -mod x. -mod xന്റെ ഡൊമെയിൻ റേഞ്ച് ഞാൻ ഇന്നലെ പഠിപ്പിച്ചിരുന്നു. എത്ര പേർക്ക് ഗ്രാഫ് അറിയാം? -mod xന്റെ mod x മെസ്സി ആണെങ്കിൽ mod x എന്ന് പറയുമ്പോൾ അതിൽ തന്നെയുണ്ട് മെസ്സി ആണെന്നത്. M4 മെസ്സി. മോഡുലസ് ഫംഗ്ഷൻ m ആണെന്നറിയാം, M4 മെസ്സി ആണെന്നറിയാം. അതുമല്ലെങ്കിൽ നോക്കിയേ, ഇവിടെ ഇങ്ങനെ എമ്മിനകത്ത് തന്നെ ഒളിച്ചിരിക്കുന്നുണ്ട് വി ഷേപ്പ്, അഥവാ വി ഷേപ്പ് നിൽക്കുന്ന ഗ്രാഫ്. അതാണ് മോഡുലസിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. സോ മോഡുലസ് ഫംഗ്ഷൻ ഗ്രാഫ് മെസ്സി. -mod x നമുക്കറിയാം, mod xന്റെ ഓപ്പോസിറ്റ് ആണ് -mod x. സോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് മെസ്സിയുടെ ഓപ്പോസിറ്റ് റൊണാൾഡോ. ഇതാണ് -mod x. -mod x ഗ്രാഫ് കിട്ടി ഗൈസ്. ഇതാണ് -mod x ഗ്രാഫ്. ഇവരുടെ ഡൊമെയിൻ വേണം. നിങ്ങൾക്ക് എക്സിന് എന്ത് ഇൻപുട്ട് ചെയ്താലും ഒരു കുഴപ്പമില്ല. ഇവിടെ കൊടുത്തോ, ഇവന് കൊടുത്തു, നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, ഒരു വിഷയവുമല്ല. എക്കാലം ഓർക്കണം, മോഡുലസ് ഫംഗ്ഷൻ ആണെങ്കിലും മോഡുലസ് ഫംഗ്ഷന്റെ ഡൊമെയിൻ വിൽ ബി ഓൾവേസ് റിയൽ നമ്പർ ആയിരിക്കും. റേഞ്ചിൽ മാത്രമാണ് ഒരല്പം മാറ്റം ഉണ്ടാവുന്നത്. ഇവിടെ റേഞ്ച് ശ്രദ്ധിക്കാം. നിങ്ങൾ റേഞ്ച് നോക്കേണ്ട അവിടെ നിന്നാ y ആക്സിസ് ആണ്. ഈ കാണുന്ന ഗ്രാഫ് ഇവിടെ ഉണ്ടോ? y ആക്സിന്റെ പോസിറ്റീവ് ഭാഗത്ത് കൂട്ടിമുട്ടുന്നുണ്ടോ? ഇല്ല. ഇവിടേക്കാണ് ഇവിടെ ഗ്രാഫ് ഉണ്ട്. ഇവിടൊക്കെ നോക്കിയേ, y ആക്സിസ് ഇങ്ങനെ വരയ്ക്കുമ്പോൾ കൂട്ടിമുട്ടും. അതപ്പോൾ എവിടെ നിന്നാണ് മുട്ടുന്നത്? 0ൽ നിന്ന് ഇങ്ങനെ താഴോട്ടുള്ള എല്ലാവരെയും മുട്ടും. അതായത് ഈ കാണുന്ന എൻഡ് നമുക്കറിയാം -∞ ആണ്. അപ്പോൾ y ആക്സിസിൽ എവിടെ മുതൽ എവിടെ വരിക? -∞ മുതൽ 0 വരെ. അതായത് ഇതിന്റെ റേഞ്ച് എന്താ? റേഞ്ച് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് -∞ 0. -∞ ഓപ്പൺ 0 എടുക്കാൻ വേണ്ടി സാധിക്കും. എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് 0 ഇറ്റ് ഈസ് അഗെയിൻ 0 എന്നറിയാം. ഫംഗ്ഷന് നമുക്ക് എന്താണ്? 0 വാല്യൂ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് 0 ക്ലോസ് ഇന്റർവൽ. ഇതാണ് ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഓഫ് -mod x. മുന്നോട്ട് പോകുന്നു ബാക്കിയിലേക്ക്. √9 - x. എന്താണ് ബേസിക്കലി √9 - xന്റെ ഡൊമെയിനും റേഞ്ചും എന്ന് ചോദ്യം. ഓർത്തിരിക്കുക, ഞാൻ പഠിപ്പിച്ചിരുന്നു. റൂട്ടിന്റെ ഉള്ളിൽ വരുന്ന ആരെ കാണാൻ പറഞ്ഞാലും അവന്റെ ഡൊമെയിൻ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ആലോചിക്കേണ്ട. ഉള്ളിലുള്ളവൻ ആരാണോ അതിനെ എല്ലാവരും >0 എന്ന് പറഞ്ഞ് എഴുതുക. നോക്കി എല്ലാവരും. അതായത് ഈ കിടക്കുന്ന അശാൻ ആരാ? 9 - x. അദ്ദേഹത്തിനെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ നേരെ തന്നെ >0 എന്ന് എഴുതി. അപ്പോൾ 9 - x >0. അങ്ങനെ ആവുമ്പോൾ നെഗറ്റീവ് ആരാ? നെഗറ്റീവ് -x. അവനെ നമ്മൾ നേരെ റൈറ്റിലേക്ക് കൊണ്ടുപോയി. അവനപ്പോൾ ആരായി മാറി?
പോസിറ്റീവ് എക്സ്. അതായത് 9 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ്. ഇതിന്റെ അർത്ഥം എന്താ? എക്സിന്റെ വാല്യൂ 9 9നേക്കാളും താഴെ. ഇയാളെന്താ പറയുന്നത്? 9 വലുത് ഇവിടെ? അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് എപ്പോഴും ഇടത് ഭാഗത്താണ് വേരിയബിൾ എഴുതി ശീലം. അതായത് എക്സും വൈക്ക് വരുമ്പോൾ ലെഫ്റ്റിൽ എഴുതിയാണ് നമുക്ക് എപ്പോഴും ശീലം. അല്ല ഷാൻ, ഞാൻ എന്ത് ചെയ്തു? ഞാൻ എക്സ് എഴുതി. ഞാൻ ഇവൻ എങ്ങനെ എഴുതി? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9. ഇത് രണ്ടും സെയിം ആണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? എത്ര പേർക്കറിയാം ഇവന്മാർ സെയിം ആണെന്ന്? നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? സിമ്പിൾ ലോജിക്ക് ആലോചിച്ച് നോക്കിയേ. ഞാൻ ആദ്യം എക്സിന് എഴുതി, പിന്നീട് 9 എഴുതി. വായ എങ്ങോട്ട് നോക്കിയേ? ഇവനെ മാത്രം നോക്കാം. ഇവന്റെ വായ എങ്ങോട്ട് ഓപ്പൺ? ഇവന്റെ വായ ഓപ്പൺ ചെയ്തിരിക്കുന്നത് 9ന്റെ അങ്ങട് 9ന്റെ അങ്ങടാണ് ഇവന്റെ വായ തുറന്നിരിക്കുന്നത്, അല്ലേ? താഴെയോ? മാറ്റണ്ട. താഴെ ഉള്ളവന്റെയും വായ ഓപ്പൺ എങ്ങടാ? അത് 9ന്റെ അങ്ങോട്ട് തന്നെയാണ്. അതായത് ഈ കിടക്കുന്ന രണ്ടുപേരും നിങ്ങൾ മനസ്സിലാക്കണം സെയിം ആണ്. 9 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നതും എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 എന്ന് പറയുന്നതും സെയിമാ. വോ ദോനോ സെയിം ഹെ ഭയ്യ, രണ്ട് സെയിം ആണ്. സോ എക്സിന്റെ വാല്യൂ 9 9നേക്കാളും താഴെയാണ്. ഇതാണ് 9 എങ്കിൽ 9 ആകാം, അതല്ലെങ്കിൽ 9നേക്കാളും താഴെയാകാം. നെഗറ്റീവ് ആയിട്ടുള്ള ഏത് വ്യക്തി നോക്കിയത് ഇവിടെ കണ്ടാ 9നേക്കാളും താഴെയുള്ള ഏത് ചെങ്ങായും കുഴപ്പമില്ല. വേറെ ആരംഭിക്കും. നമ്മളിത് മൈനസ് ഇൻഫിനിറ്റി ആരംഭിച്ചു. എവിടെ വരെ ഉണ്ട്? 9 വരെ. അതായത് ഇവന്റെ ഡൊമൈൻ എന്താ മക്കളെ? ഡൊമൈൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു 9. ഇൻഫിനിറ്റി എപ്പോഴും ഓപ്പൺ, 9 ക്ലോസ്ഡ്. കഴിഞ്ഞു. ഇവന്റെ റേഞ്ച് വേണം. റേഞ്ച് ആണ് കുറച്ച് ഇഷ്യൂ. ഫംഗ്ഷന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് ആണെന്ന് പറയാം റേഞ്ച് എന്ന് പറയാം. ഞാനൊരു ചെറിയ ട്രിക്ക് പറഞ്ഞുതരാം. ചെറിയ ട്രിക്ക് ആണോ? ട്രിക്ക് വേറെ ഒന്നല്ല, അവന്റെ ഗ്രാഫ് തന്നെയാണ് നമുക്കൊരു ട്രിക്ക്. നമുക്കറിയാം റൂട്ട് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. റൂട്ട് എക്സിന് ഗ്രാഫ് അറിയാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല, ഉറപ്പാണ്. ദേ ഇന്നലെ പഠിച്ചതാണ്. ഇങ്ങനെയാണ് നമുക്കെന്ത് റൂട്ട് എക്സിന് ഗ്രാഫ് വരുന്നത്. ഇവൻ റേഞ്ച് എന്താ? നെഗറ്റീവ് ഭാഗത്ത് ഒരു സ്ഥലത്ത് പോലും നമുക്ക് എന്താണ് ഫംഗ്ഷൻ ഗ്രാഫ് വരുന്നില്ല. എവിടെ നിന്ന് ആരംഭിക്കുന്നത്? ഇവിടുന്ന് മേപ്പോട്ട് മാത്രമേ ഉള്ളൂ. അതായത് പോസിറ്റീവ് വൈ ആക്സിസിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ഗ്രാഫ് കാണാൻ വേണ്ടി പറ്റുന്നത്. അതായത് ഈ കിടക്കുന്ന ഫംഗ്ഷന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ മറ്റാരുമല്ല, ക്ലോസ്ഡ് ഇന്റർവൽ 0 ഇൻഫിനിറ്റി ആണ്. ഇതാണ് റേഞ്ച്. ആശാനെ ഓർത്തോ, ഇവൻ തന്നെയായിരിക്കും ഇങ്ങനെ ഫോർമാറ്റിൽ വരുന്ന ഏതൊരു വ്യക്തിയുടെയും റേഞ്ച്. റൂട്ട് 9 മൈനസ് എക്സ്, റൂട്ട് എക്സ് മൈനസ് 9, റൂട്ട് എക്സ് പ്ലസ് 2. അതായത് റൂട്ടിന്റെ ഉള്ളിൽ എക്സിന്റെ പവർ 1 ആയിട്ട് വന്നു കഴിഞ്ഞാൽ എക്കാലവും അവന്റെ റേഞ്ച് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ക്ലോസ്ഡ് ഇന്റർവൽ 0 ഇൻഫിനിറ്റി. എല്ലായിടത്തോളൂ ഇതിന്റെ റേഞ്ച് ഇവൻ തന്നെയായിരിക്കും ക്ലോസ്ഡ് ഇന്റർവൽ 0 ഇൻഫിനിറ്റി. സോ റേഞ്ച് ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റർവൽ 0 ഇൻഫിനിറ്റി. അതിനുവേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവന്റെ ഗ്രാഫ് ഒക്കെ വരച്ചു നോക്കാം. ഇതിന്റെ ഗ്രാഫ് എങ്ങനെയാണ് വരിക എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പരിശോധിക്കാവുന്ന കാര്യമാണ്. നമുക്കറിയാം ഇതിന്റെ എങ്ങനെയാണ് ഇത് ഗ്രാഫ് വരാ എന്നൊക്കെ തന്നെ എന്താണ് ഒന്ന് വേണമെങ്കിൽ ഒന്ന് പോയിന്റ് എടുത്ത് വരച്ചു നോക്കിക്കൊണ്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. സോ ഇതൊരു സിമ്പിൾ ട്രിക്കാണ്. റൂട്ടിന്റെ ഉള്ളിൽ നമുക്ക് എക്സ് മാത്രമാണെങ്കിൽ, എക്സ് ഉണ്ടെങ്കിൽ എക്സ്, എക്സ് മൈനസ് 2, എക്സ് മൈനസ് 3, 2 മൈനസ് എക്സ്, 3 മൈനസ് എക്സ്, 5 മൈനസ് എക്സ്, 9 മൈനസ് എക്സ്, അങ്ങനെ ലീനിയർ ആണ്. എക്സിന്റെ പവർ 1 ആണെങ്കിൽ അവന്റെ റേഞ്ച് ഒന്നും ആലോചിക്കണ്ട, അതെപ്പോഴും 0 ഇൻഫിനിറ്റി ആയിരിക്കും. പക്ഷേ പ്രശ്നമതല്ല. ചോദ്യം ഇങ്ങനെയാണെങ്കിൽ റൂട്ടിന്റെ ഉള്ളിൽ എക്സ് അല്ല, എക്സ് സ്ക്വയർ ആണ്, ആ നിമിഷം എന്തായിരിക്കും റേഞ്ച്? അവിടെ കളി മാറി ആശാൻ, അവിടെ കളി മാറി. പവർ 2 ആവുമ്പോൾ ദി ഗെയിം ഈസ് എൻറ്റയർലി ചേഞ്ച്ഡ്. കളി ആകെ മാറി. അതാണ് എല്ലാ മക്കളും ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. ശ്രദ്ധിക്കണം. രണ്ടാമതാണ് നമുക്ക് എക്സ് സ്ക്വയർ വരുന്നത്. രണ്ടാമത്, ആദ്യമല്ല. ആദ്യത്തിലല്ല, സെക്കൻഡിലാണ് വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഡൊമൈൻ? ഡൊമൈൻ എപ്പോഴും ലോജിക്കൽ മാറ്റമില്ല. ഉള്ളിൽ കിടക്കുന്നവൻ ഇറ്റ് ഷുഡ് ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അതായത് ഈ കാണുന്ന മൈനസ് എക്സ് സ്ക്വയർ അപ്പുറം പോയി കഴിഞ്ഞാൽ 9 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് കിട്ടി. അഥവാ എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 എന്ന് കിട്ടി. നോക്കിയേ, ഈ കാണുന്ന എക്സ് സ്ക്വയറിന് ആദ്യം എഴുതി, 9 പിന്നീട് എഴുതി. നമുക്കറിയാം വായ ഓപ്പൺ ആയിരിക്കുന്ന എങ്ങോട്ടാണ്? 9 അങ്ങടാ. വായ ഓപ്പൺ 9 അങ്ങട്. ഇവിടെയും വായ ഓപ്പൺ 9 അങ്ങട്. എക്സ് സ്ക്വയറിന്റെ വാല്യൂ ഒരു നമ്പർ ഉണ്ട്, ആ കാണുന്ന നമ്പറിന്റെ സ്ക്വയറിന്റെ വാല്യൂ എന്താ? 9 അല്ലെങ്കിൽ 9നേക്കാളും താഴെ. എക്സ് അപ്പം എന്താ മക്കളെ? ചുമ്മാ സൈഡിൽ പറയാം. എക്സ് എന്താ? 3, അല്ലെങ്കിലോ -3. ഇപ്പൊ എക്സ് സ്ക്വയറിന്റെ വാല്യൂ 9 ആണെങ്കിൽ എക്സ് എന്താ? എക്സ് എന്ന് പറഞ്ഞാൽ +or-3. നിങ്ങളെല്ലാവരും ഇങ്ങനെ സ്ക്വയർ വന്നു കഴിഞ്ഞാൽ നേരെ എഴുതാം therefore
വിച്ച് ഇംപ്ലൈസ് ഈ കാണുന്ന -3 -3 അതിൻ്റെ ഇടയിലായിരിക്കും എക്സിന്റെ വാല്യൂ ഉണ്ടാവുക. ഇതാണ് ഈ കാണുന്ന ഇൻഇക്വാലിറ്റി സോൾവ് ചെയ്യുമ്പോൾ ലഭിക്കാന്ന് മനസ്സിലാക്കുക. ഒരു നമ്പർ ഉണ്ട്, ആ നമ്പറിന്റെ സ്ക്വയറിന്റെ വാല്യൂ 9 ആണ്. മാക്സിമം 9 ആണ്. അപ്പൊ നോക്കിയാൽ നമ്പർ ലൈൻ ആണെങ്കിൽ നിങ്ങൾ -3ന്റെയും 3ന്റെയും ഇടയിലുള്ള ഏത് നമ്പർ എടുത്തോ അതിന്റെ സ്ക്വയർ നോക്കിക്കോ, ആ കാണുന്ന നമ്പറിന്റെ സ്ക്വയറിന്റെ വാല്യൂ 9 അല്ലെങ്കിൽ 9നേക്കാൾ താഴെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ -2 എടുത്തോ, -2ന്റെ സ്ക്വയർ എത്ര? 4 ആണ്. 9 താഴെ അല്ലേ? 0 എടുത്തോ, 0 സ്ക്വയർ 0, 9നേക്കാൾ താഴെയാണ്. 2 എടുത്തോ, 4 ആണ് സ്ക്വയർ, 2ന്റെ സ്ക്വയർ 4 ആണ്, 9നേക്കാൾ താഴെയാണ്. -3 എടുത്തോ, എന്താ സ്ക്വയർ? 9 ആണ്. അതായത് അവൻ എന്താ 9നോട് തുല്യമായാലും പ്രശ്നമല്ലതേ, ലെസ് ദാൻ ഓർ ഈക്വലന്റ്. അപ്പൊ എന്താ ചെയ്ത് നമ്മൾ എക്സ് സ്ക്വയറിന്റെ വാല്യൂ 9 ആലോചിച്ചു. എക്സ് സ്ക്വയർ 9, എക്സ് സ്ക്വയർ എപ്പോൾ 9 ആവാ? എക്സിന്റെ വാല്യൂ 3 അല്ലെങ്കിൽ -3 ആവാ. നിങ്ങൾ -3ന്റെയും 3ന്റെയും ഇടയിലാണ് അതിന്റെ എക്സിന്റെ വാല്യൂ ലൈ ചെയ്യുക എന്ന് പറഞ്ഞ് എഴുതി വെക്കുക. വിച്ച് ഇംപ്ലൈസ് ഡൊമൈൻ ഈക്വൽ ടു -3 to 3. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ശ്രദ്ധിക്കണം. 9 - x² അല്ലെങ്കിൽ √(a²-x²) അതിനകത്തുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. എ ക്യാൻ ബി എനി കോൺസ്റ്റന്റ് ഓർഡർ, എനി കോൺസ്റ്റന്റ്. ഇനി ആലോചിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെയാണ് √16 - x². അപ്പൊ ആലോചിക്കുക, √16 ഏതിന്റെ എന്ത് വരും? √16 4 ആണെന്നറിയാം. അപ്പൊ +or-4 കിട്ടി. -4ന്റെയും 4ന്റെയും ഇടയിലേക്കും ഡൊമൈൻ. വളരെ സിമ്പിൾ ലോജിക് ആണ്. ആൻഡ് ഫൈനലി ഇവന്റെ റേഞ്ച് ഓർക്കാൻ വേണ്ടി ഞാനൊരു വേറെ ചെറിയ ട്രിക്ക് പറയാം. റേഞ്ച് ഈ നമ്പർ കണ്ട, ഇപ്പം നമ്പർ ഇല്ലേ, ഏതാ? 9. അതിൻ്റെ റൂട്ട് എടുക്കുക, √9 3. അതായിരിക്കും അദ്ദേഹത്തിന്റെ മാക്സിമം വാല്യൂ. സോ സ്ക്വയർ വരുമ്പോൾ അതും ശ്രദ്ധിക്കുക, -(x²). എക്സ് സ്ക്വയറിന്റെ വാല്യൂന്റെ അവിടെ നെഗറ്റീവ് ഉണ്ടെങ്കിൽ മാത്രം 9ന്റെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു റൂട്ട് എടുക്കുക. √9 3 ആണെന്നറിയാം. റേഞ്ച് എന്താടാ? റേഞ്ച് മാക്സിമം 3 വരെ ആയിരിക്കും. ആൻഡ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒരിക്കലും മാറ്റമില്ല, അത് 0 തന്നെ. √x- ആവുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് x മാത്രമാണെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് 0, എൻഡിങ് പോയിന്റ് ഇൻഫിനിറ്റി ആയിരുന്നെങ്കിൽ x² ആവുമ്പോൾ നമുക്ക് എന്തായി മക്കളെ? സ്റ്റാർട്ടിംഗ് പോയിന്റ് 0 തന്നെയാണ്, പക്ഷേ എൻഡിങ് പോയിന്റിൽ മാറ്റമുണ്ട്. എൻഡിങ് പോയിന്റ് എന്തായി? ഈ കാണുന്ന 9ന്റെ റൂട്ടായി. √9 അത് 3 ആണെന്ന് നമുക്കറിയാം, അത് എഴുതി വെച്ചു. ഇതാണ് റേഞ്ച് എന്ന് പറയുന്നത്. നമുക്ക് ഇങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ വീണ്ടും ചെയ്യണം. ഞാൻ ഒന്നുകൂടി പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യുന്നു. f(x) = √16 - x². ഇങ്ങനെയാണെങ്കിൽ എന്താണ് ഇദ്ദേഹത്തിന്റെ റേഞ്ച് വരിക? റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം 0 ആൻഡ് 16 ആണ്. 16ന്റെ റൂട്ട് 4 കഴിഞ്ഞു. ഇതാ റേഞ്ച്. സോ ഈ കാണുന്ന ക്വസ്റ്റ്യന്റെ ഉത്തരം എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. √25 - x² ആണെങ്കിൽ എന്തായിരിക്കും ഇദ്ദേഹത്തിന്റെ റേഞ്ച് എന്ന് എല്ലാ മക്കളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നമ്മൾ വീണ്ടും കണ്ടുമുട്ടും ഇങ്ങനെയുള്ള ഷോർട്ട് വീഡിയോസുമായിട്ട്. ടിൽ ദെൻ ബൈ ഓൾ. താങ്ക് യു ആൻഡ് സൈനിങ് ഓഫ് അഫ്നാസൊക്കെ. നിങ്ങളുടെ ഓരോ വിലയേറെ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ക്ലാസ് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും പറയുക. ഇനി ഏത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് വീഡിയോസ് ആവശ്യമെന്നും കൂടിയും എല്ലാവരും കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. ബൈ. താങ്ക് യു.